റോഷൻ മാത്യു അഭിനയിച്ച് തിയേറ്റർ റിലീസിൽ വന്നപ്പോൾ ഈ സിനിമയാണ് ഉയർന്നു പറഞ്ഞ സിനിമ. തിയേറ്റർ റിലീസിൽ വന്ന സിനിമ ജൂൺ മാസം ലാസ്റ്റ് വീക്കാണ്. എന്തായാലും പടം 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ ഉയര്. സിനിമയെ കുറിച്ച് അഭിപ്രായം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ പുറത്തിറങ്ങിയ കണ്ണൂർ സ്ക്വാഡിന്റെ ഏകദേശം ഒരു സ്പൂഫ് പോലെയാണ് ഉയരെന്ന സിനിമ കണ്ടവർ പറയുന്നത്. എന്തായാലും പടം തിയേറ്ററിൽ റണ്ണിങ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. കണ്ടവരാണെങ്കിൽ മറക്കാതെ അഭിപ്രായം ബുക്ക് ചെയ്യപ്പെടുത്തുക. ചിത്രത്തിന്റെ കേരളത്തിലെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 1 കോടിയിലോട്ട് പോവുകയാണ്. 4 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 96.60 ലക്ഷമാണ് ബോക്സ് ഓഫീസ്. കർണാടകയിലെ സിനിമയ്ക്ക് 5.50 ലക്ഷമാണ്. തമിഴ്നാട് 1.70 ലക്ഷം. പിന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമയ്ക്ക് 80,000 കളക്ഷൻ കാണുന്നത്. ടോട്ടൽ സിനിമ ഡൊമസ്റ്റിക് മാത്രം, വേൾഡ് വൈഡ് അല്ല. ഡൊമസ്റ്റിക് ഇന്ത്യൻ ഗ്രോസ് പ്രകാരം സിനിമയ്ക്ക് 1.04 ലക്ഷമാണ് കളക്ഷൻ കാണുന്നത്. ഇനി സിനിമയുടെ വിദേശത്തെ ബോക്സ് ഓഫീസ് ഓവർസീസ് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 9.32 ലക്ഷമാണ് കളക്ഷൻ. ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് 1.24 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമ 1 കോടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വേൾഡ് വൈഡ്, അതും 4ാമത്തെ ദിവസം. പടത്തിന്റെ ഡൊമസ്റ്റിക് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് 26.40 ലക്ഷം, 2ാമത്തെ ദിവസം 33.40 ലക്ഷം, 3ാമത്തെ ദിവസം 30.10 ലക്ഷം, 4ാമത്തെ ദിവസം 14.70 ലക്ഷം. സിനിമയ്ക്ക് 2ാമത്തെ ദിവസം ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിലും 3ാമത്തെ ദിവസം ഡ്രോപ്പായി, 4ാമത്തെ ദിവസം നല്ല ഡ്രോപ്പായി, ഓൾമോസ്റ്റ് 50%. എന്തായാലും പടത്തിന്റെ കളക്ഷൻ നോക്കുമ്പോൾ സിനിമയും വലിയ രീതിയിൽ ഒരു ഫ്ലോപ്പ് ആവാൻ ഹൈ ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും വലിയൊരു പെർഫോമൻസ് അല്ല ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കാൻ സാധിച്ചത്. ഈവൻ സിനിമയുടെ അഭിപ്രായങ്ങളാണെങ്കിലും കണ്ടവരെ വലിയ രീതിയിൽ ഒരു റീച്ചും ഇമ്പാക്റ്റും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഉയരുന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. സിനിമ കണ്ടാൽ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായം ബുക്ക് ചെയ്തെടുക്കുക.